എൻ്റെ പേര് അജിത്ത്. ഞാൻ കല്ലറ ശ്രീ ശാരദാ വിലാസിനി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ശ്രീ ശാരദാ വിലാസിനി സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾക്ക് കാരണമായ സ്കൂളാണ് ശ്രീ ശാരദാ വിലാസിനി സ്കൂൾ. പ്രൊഫഷണലി ഞാനൊരു വോളിബോൾ പ്ലെയർ ആണെങ്കിലും എൻ്റെ ഓർമ്മകൾ എപ്പോഴും പോകുന്നത് ആർട്സിലെ കുറിച്ചാണ്. എൻ്റെ ഓർമ്മകളിൽ നമ്മുടെ ദേവിയുടെ തിരുമുറ്റവും അവിടെ നടക്കുന്ന കലോത്സവങ്ങളും അവിടുത്തെ ആർട്സ് പ്രോഗ്രാമുകളും അതായിരുന്നു എൻ്റെ തുടക്കം. 9ാമത്തെ വയസ്സിലാണ് കലാരംഗത്തേക്ക് ഞാൻ ആദ്യമായി എത്തുന്നത്. അച്ഛൻ തികച്ചും ഒരു കലാപ്രേമിയായിരുന്നു. ശ്രീ സാംബശിവൻ സാറിൻ്റെയും കടാമ്പങ്ങൽ സാറിൻ്റെയും കഥകളും കഥാപ്രസംഗങ്ങളും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കുമാരസാറിനോട് പറയുന്നു, ഇവനെ ഒരു കഥാപ്രസംഗം പഠിപ്പിക്കുമോ. അങ്ങനെ കഥാപ്രസംഗത്തിൽ ശ്രീ കുമാരസാറിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ആദ്യമായി കഥ പറയുന്നു. അന്ന് നമ്മുടെ സ്കൂളിൽ വെച്ചായിരുന്നു ഉപജില്ലാ കലോത്സവം. അന്ന് എ ഗ്രേഡിൽ ഫസ്റ്റ് കിട്ടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് 4, 5, 6 ക്ലാസ് വരെയും കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, പദ്യപാരായണം എന്നിങ്ങനെ വിവിധ മേഖലയിൽ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പല ടൂർണമെൻറ്റുകളും ഉണ്ടാവും. നമ്മുടെ അമ്പലത്തിൽ തന്നെ വോളിബോൾ കോർട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആകാംക്ഷയോടെ നോക്കി നിൽക്കും. പല പ്രമുഖരായ പ്ലെയേഴ്സ് വന്ന് കളിക്കുന്നു. അപ്പം അതൊക്കെ നമ്മളൊരു ഇൻസ്പയർ ആവുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും പതുക്കെ ആർട്സ് മാറി വോളിബോൾ എന്ന ആ ഒരു ഫീൽഡിലേക്ക്, ആ സ്പോർട്സിലേക്ക് ഞാൻ എത്തുകയായിരുന്നു. കോട്ടയം ജില്ലാ വോളിബോൾ അസോസിയേഷൻ വൈക്കത്ത് വെച്ച് നടത്തിയ ഒരു കോച്ചിങ് ക്യാമ്പിലൂടെയാണ്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി വൈക്കത്തിന് പോകുന്നു. അവിടെ 4 മണിക്ക് കോച്ചിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെയും കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞ ശേഷം അടുത്ത ബസ്സിന് കയറി വീണ്ടും കല്ലറയിൽ വീട്ടിലെത്തുന്നു. കുളിച്ച് ഫ്രഷായി വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. വീണ്ടും വൈക്കത്തിന് പോകുന്നു. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളമുള്ള കഠിനമായ കോച്ചിങ് ക്യാമ്പിലൂടെയാണ് ഈ വോളിബോൾ എന്ന ഫീൽഡിലേക്ക് ഞാൻ എത്തുന്നത്. വോളിബോൾ ഒരു പാഷനായി മാറുന്നത് ഞാൻ ഉഴവൂർ കോളേജിൽ എത്തിയതിനു ശേഷമാണ്. അന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ്. 97 അവിടെ ഉഴവൂർ കോളേജിൽ വോളിബോൾ ടീം ക്യാപ്റ്റനായിട്ട് ആ ടീമിനെ നയിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായി. 96, 97 2 വർഷക്കാലം എനിക്ക് MG യൂണിവേഴ്സിറ്റി എനിക്ക് ടീം സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ വർഷം കൊച്ചിൻ റിഫൈനറി നടത്തിയ ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ നമ്മുടെ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജായിരുന്നു ചാമ്പ്യന്മാരായത്. അന്ന് അവിടുത്തെ ബെസ്റ്റ് പ്ലെയർ ആയത് ഞാനാണ്. കൊച്ചിൻ റിഫൈനറി അവരൊരു ടീം ഫോം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അവരെന്നെ വിളിച്ചു. 3-4 വർഷത്തോളം കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടി ഗസ്റ്റായിട്ട് കളിക്കാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ വർഷമാണ് എനിക്ക് കേരള സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നതും. അന്ന് നാഷണൽ നടക്കുന്ന ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഫോം ചെയ്ത ആദ്യ വർഷം തന്നെ അവിടെ നടത്തിയ ടൂർണമെൻറ്റിൽ എനിക്ക് കേരള ടീമിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ 2ാമത്തെ ലിബറോയായിട്ട് ആ വർഷമാണ് എനിക്ക് കളിക്കാൻ ഒരു ഭാഗ്യമുണ്ടായത്. കൊച്ചിൻ റിഫൈനറി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു ഇൻ്റർവ്യൂ, വിദേശത്ത് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സെലക്റ്റായി US ആർമിയുടെ ഒരു ബേസിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അത് സെലക്റ്റായി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയായിരുന്നു. അന്ന് US ആർമി ബേസ് ഓൾ കുവൈറ്റ് നടത്തിയ ഒരു ടൂർണമെൻറ്റിൽ ബെസ്റ്റ് പ്ലെയർ ഞാനായിരുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇപ്പോഴുള്ള അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഈ സ്കൂള് ഇനിയും ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.